കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ KSU പ്രതിഷേധത്തിൽ മന്ത്രി വീണ ജോർജിന് പരിക്കേറ്റ സംഭവം പിന്നാലെ ഉണ്ടായ ആരോപണ പ്രത്യാരോപണങ്ങൾ എന്തായാലും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധത്തിലേക്കാണ് CPIM DYFIയും കടന്നിരിക്കുന്നത്. ഇത് ആരോപണങ്ങൾ പൂർണ്ണമായും നിരസിച്ച KSU യൂത്ത് കോൺഗ്രസും രംഗത്തെത്തിയിരുന്നു. മന്ത്രി കാണിക്കുന്നത് വെറും അഭിനയമാണെന്നാണ് കോൺഗ്രസിന്റെ വാദം. എന്തായാലും യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ നേതാവും ഒപ്പം തന്നെ മുൻ KSUന്റെ സംസ്ഥാന പ്രസിഡന്റുമായിട്ടുള്ള KM അഭിജിത്ത് ഇപ്പോൾ റിപ്പോർട്ടറിനോടൊപ്പം ചേരുകയാണ്. എന്തായാലും വലിയൊരു വിഷയമായി ഇത് മാറിയിട്ടുണ്ട്. KSU പ്രതിഷേധത്തിനിടയ്ക്കാണ് പരിക്ക് പറ്റിയത്. എന്തായാലും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇത് പൂർണ്ണമായും തള്ളുകയാണ് ഇപ്പോഴത്തെ KSU സംസ്ഥാന നേതൃത്വം. അല്ല, കേരളത്തെ സംബന്ധിച്ച് കേരളത്തിലെ ആരോഗ്യ മേഖല സമ്പൂർണ്ണ പരാജയമായി നിൽക്കുന്ന ഘട്ടം. ഈ മന്ത്രിക്കെതിരെ ഭരണപരാജയത്തിനെതിരെയുള്ള പ്രതിഷേധം സ്വാഭാവികമാണ്. ജനാധിപത്യ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയും ചെയ്യും, ഇനിയും തുടരുകയും ചെയ്യും. അപ്പൊ ഇന്ന് KSUക്കാരുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധങ്ങൾ ലോകം കണ്ടില്ലേ? ആ വീഡിയോ വിഷ്വൽസ് നമ്മളൊക്കെ കണ്ടില്ലേ? ആദ്യഘട്ടങ്ങളിൽ എന്താണ്, നിങ്ങൾ ഉൾപ്പെടെയുള്ള മുഖ്യധാരാ മാധ്യമങ്ങൾ മന്ത്രിക്ക് പരിക്ക് പറ്റിയെന്നും മന്ത്രി ആക്രമിക്കപ്പെട്ടുവെന്നും പറഞ്ഞു. പക്ഷെ പിന്നീട് വിഷ്വൽ കാണുമ്പോൾ പ്രതിഷേധക്കാർ മന്ത്രിയുടെ അടുത്ത് പോലും എത്തിയിട്ടില്ല. പ്രതിഷേധക്കാർ അവരുടെ കരിങ്കൊടി പ്രതിഷേധമായി പോകുമ്പോൾ പോലീസുകാർ അവരെ തടയുന്നത്, രണ്ട് പ്രതിഷേധക്കാരെ മാറ്റി നിർത്തുന്നത്, അത് മന്ത്രിയുടെ അടുത്ത് പോലും എത്താതെ മാറ്റി നിർത്തുന്നത് വിഷ്വൽ ക്ലിയർ ആണ്. ലോകം ഇത് കാണുകയാണ്. അങ്ങനെ ലോകം കാണുമ്പോൾ അതേസമയം മറ്റൊരു കാഴ്ച കൂടിയുണ്ട്. പ്രതിഷേധക്കാർക്ക് ആക്രോശിച്ച് പ്രതിഷേധക്കാരെ ആക്രമിക്കാൻ ഒരുമ്പെട്ടത് കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയാണ്. ഒരു ഗുണ്ടായിസം കാണിച്ചത് ആരോഗ്യമന്ത്രി വീണ ജോർജാണ്. കേസെടുക്കണമെങ്കിൽ എടുക്കേണ്ടത് വീണ ജോർജിനെതിരെയാണ്. അവർ പറഞ്ഞു. പിന്നീട് ഇപ്പൊ ഉത്തരവാദിത്തപ്പെട്ട CPM ഹാൻഡിലുകൾ MLA മാർ ഉൾപ്പെടെ പറയുന്നത് വീണ ജോർജിന്റെ കൈക്കേറ്റ പരിക്കെന്ന് പറഞ്ഞൊരു വിഷ്വൽ വിടുന്നുണ്ട്. നമ്മൾക്കറിയാം, ആ ചിത്രങ്ങൾ ഇപ്പം പുറത്തു വന്നു. മുൻപേ ഉണ്ടായിരുന്ന എന്തോ ചെറിയൊരു മുറിവ്, അത് ഉണിലോ മറ്റോ ആയിരിക്കാം, ആ മുറിവ് മുൻപേ ഉണ്ടായിരുന്നതാണ് എന്ന് കൃത്യമായി ജനങ്ങൾ കാണുന്നു എന്നിരിക്കെ ഇത് ഇപ്പോഴുണ്ടായ മുറിവാണെന്ന് പറഞ്ഞ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ, ഒരു അക്രമം ഉണ്ടാക്കാൻ ഇവിടുത്തെ CPM-ഉം DYFIയും SFIയും ഉത്തരവാദിത്തപ്പെട്ട ഇടത് കേന്ദ്രങ്ങൾ ശ്രമിക്കുകയാണ്. ഉത്തരവൊന്നേ ഉള്ളൂ, കേരളത്തിൽ ഇനിയൊരു ഭരണം CPM-ന് ഉണ്ടാകില്ല എന്നും കരുതിക്കൂട്ടിയുള്ള നാടകമാണെന്ന് ആവർത്തിക്കുകയാണ്. എന്താ തർക്കം? കരുതിക്കൂട്ടി CPM-ന്റെ തിരക്കഥ, ആ തിരക്കഥയ്ക്കനുസരിച്ച് നടനം ചെയ്യുന്ന അല്ലെങ്കിൽ ആക്ട് ചെയ്യുന്ന ഒരു മന്ത്രിയായി വീണ ജോർജ് മാറിയിരിക്കുന്നു. മോണോ ആക്ടിൽ ഇന്നലകളിൽ സംസ്ഥാന അവാർഡ് നേടിയ മന്ത്രി. ആ മോണോ ആക്ട് മാത്രമല്ല, അഭിനയവും തന്റെ കൈവശം നല്ലപോലെ ഉണ്ട് എന്ന് തെളിയിച്ചിരിക്കുകയാണ്. ഇത് CPM-ന്റെ തിരക്കഥയാണ്. ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട്. ഈ നാടകത്തെ ജനങ്ങൾ പുച്ഛിച്ച് തള്ളുക തന്നെ ചെയ്യും. അപ്പോഴും ഒരു ചോദ്യം എന്നത്, റീത്ത് വെച്ച് പ്രതിഷേധിക്കുന്നു. ഇന്നിപ്പോ മന്ത്രി പ്രധാനപ്പെട്ട ചില പരിപാടികളിൽ പങ്കെടുക്കാനാണ് കണ്ണൂർ എത്തിയത്. അപ്പൊ പ്രതിഷേധത്തിനൊരു അതിരില്ലേ? ആരാണ് CPM-നെ സംബന്ധിച്ച് നോക്കൂ നിങ്ങൾ. ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ നേർക്ക് കല്ലെറിഞ്ഞ് അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ച ആളുകളാണ് CPM-ഉം DYFIയും SFIയും. ഇവിടെ നമുക്കറിയാലോ, വിക്ടോറിയ കോളേജിൽ ഒരു പ്രിൻസിപ്പള് അവരുടെ സർവീസ് കഴിയുമ്പോൾ കുഴിമാടമൊരുക്കി അവരെ യാത്ര അയക്കാൻ തയ്യാറായതിന്റെ പേരാണ് SFIയും DYFIയും. നിങ്ങൾ മഹാരാജാസ് കോളേജിലേക്ക് പോയാൽ അധ്യാപകർക്ക് റീത്ത് വെക്കാനും കുഴിമാടം ഒരുക്കാനും മടിയില്ലാത്തവരാണ് SFIയും DYFIയും എന്ന് തെളിയിച്ചത്. ആ ആരോപണം ഉന്നയിക്കുമ്പോഴും KSU യൂത്ത് കോൺഗ്രസ് ഒക്കെ അക്രമ രാഷ്ട്രീയത്തെയും ഒപ്പം തന്നെ അങ്ങനെ എതിർക്കുമ്പോൾ ഇതിനൊരു വൈരുദ്ധ്യമില്ലേ എന്നുള്ള ചോദ്യമാണ്. ഒരു തരത്തിലും അക്രമ രാഷ്ട്രീയത്തെ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഒരു അക്രമവും ഉണ്ടായിട്ടില്ല. അക്രമം ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാനും പോകുന്നില്ല. മറിച്ച് ആരോഗ്യമന്ത്രിക്കെതിരെ അല്ല അവിടെ റീത്ത് വെച്ചത്. ആരോഗ്യ സംവിധാനത്തെ സമ്പൂർണ്ണമായി പരാജയപ്പെടുത്തിയ, ഇല്ലാതാക്കിയ കേരളത്തിലെ ആരോഗ്യ വകുപ്പിനെതിരെയുള്ള ഒരു പ്രതിഷേധം മാത്രമായിട്ട് അതിനെ കണ്ടാൽ മതി. അതിനെ മറ്റൊരു തരത്തിൽ വ്യക്തിപരമായ സമരം അല്ലെങ്കിൽ വ്യക്തിപരമായ റീത്ത് എന്നുള്ള രീതിയിൽ നിങ്ങൾ വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല. കേരളത്തിലെ ആരോഗ്യ മേഖലയെ പട്ടടയിൽ വെച്ച മന്ത്രിയാണ് വീണ ജോർജ്. അതിനെതിരെയുള്ള വകുപ്പിനെതിരെയുള്ള പ്രതിഷേധം മാത്രമായി ആ റീത്ത് പ്രതിഷേധത്തെ കണ്ടാൽ മതി. പ്രതിഷേധം ആരോഗ്യ സംവിധാനത്തിനെതിരെ, ആരോഗ്യമന്ത്രിക്കെതിരെ, വ്യക്തിപരമായ അല്ല. വ്യക്തിപരമായ മന്ത്രിയല്ലല്ലോ, മന്ത്രി എന്ന് പറയുന്ന ആരോഗ്യ മേഖലയ്ക്കും ആ സംവിധാനത്തിനുമെതിരെയുള്ള പ്രതിഷേധമായിട്ട് അതിനെ കണ്ടാൽ മതി. നിങ്ങൾ അതിനേക്കാൾ നോക്ക്, കേരളത്തിൽ ഇപ്പൊ ഇന്ന് എന്തിന്റെ പുറത്താണ്, ഉള്ളിലുള്ള ചാത്തന്റെ പുറത്താണ് എന്നൊക്കെ അവർ പറയട്ടെ. ചില SFI DYFIക്കാരൊക്കെ ഞങ്ങളുടെ പാർട്ടി ഓഫീസുകൾക്ക് നേരെ വരികയാണ്. ഏതൊരു അവസ്ഥയാണ് നിങ്ങൾ നോക്ക്. കേരളത്തിലെ പാവപ്പെട്ടവൻ ആരോഗ്യ മേഖലയിൽ വിശ്വസിച്ച് ആശുപത്രിയിൽ പോയാൽ ചികിത്സയില്ല. അവിടെ SFIക്കാരനും DYFIക്കാരനും കാണുന്നില്ല. എന്തിന് SFIക്കാരന് ഇന്നത്തെ ആക്രോശം? PM ശ്രീ പോലൊരു നടപടിയിലേക്ക് കേരളത്തിലെ വിദ്യാഭ്യാസത്തെ പണയം വെക്കുമ്പോൾ എവിടെയായിരുന്നു SFIക്കാരന് ഈ ആക്രോശം? അതുകൊണ്ട് CPM വാരി കൊടുക്കുന്ന ചുടുചോറ് വാരുന്ന കുട്ടിക്കുരങ്ങന്മാരായിട്ട് ഇവരെ അധിപതിക്കേണ്ട ആവശ്യമില്ല. അനാവശ്യമായ അക്രമ സമരങ്ങളുമായി ഞങ്ങളുടെ അടുത്തേക്ക് വരികയും വേണ്ട. ഔട്ട് ഓഫ് ബോക്സ് ഒരു കാര്യം ചോദിക്കും. ഞാൻ ഇവിടെ പ്രധാനപ്പെട്ട യൂത്ത് കോൺഗ്രസ് നേതാക്കളൊക്കെ അറസ്റ്റിലാവുന്ന സാഹചര്യമുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് എങ്ങനെ പ്രതിഷേധിക്കാം? ഞങ്ങളിപ്പോ കഴിഞ്ഞ 3 ദിവസമായി ഡൽഹിയിൽ തന്നെയാണ്. ഇവിടെ നിരന്തരം സമരങ്ങളാണ്. യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ ശ്രീ ഉദയ് ചിബ് അടക്കമുള്ള ആളുകളെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയാണ്. നോക്ക്, നിങ്ങൾ ഈ രാജ്യത്ത് ഇന്തോ അമേരിക്കൻ വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ എല്ലാ മൂല്യങ്ങളെയും, ഇന്ത്യയുടെ നിലപാടുകൾ അമേരിക്കയുടെ കാൽച്ചുവട്ടിൽ പണയം വെക്കുന്ന സാഹചര്യമാണ്.
ട്രംപ് കണ്ണുരുട്ടുമ്പോ ഇരിക്കാൻ പറയുമ്പോൾ കിടക്കുന്ന അവസ്ഥയിലേക്ക് നരേന്ദ്രമോദി എന്ന ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി മാറുകയാണ്. ഇന്ത്യയെ സ്നേഹിക്കുന്ന ഓരോ ആളുകളെ സംബന്ധിച്ചും ഈ ജനാധിപത്യ വിരുദ്ധ നടപടിക്കെതിരെ, ഇന്ത്യയെ തകർക്കുന്ന നയസമീപനങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധം സ്വാഭാവികമാണ്. ആ രീതിയിൽ പ്രതിഷേധിച്ചു എന്നതിന്റെ പേരിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വേട്ടയാടാൻ, ആക്രമിക്കാൻ ഈ രാജ്യത്തിന്റെ ഭരണകൂടം തയ്യാറാകുന്നു. ഏറ്റവും ഒടുവിൽ ഇന്നലെ മുതൽ ബഹുമാനപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ റിമാൻഡിലാണ്, കസ്റ്റഡിയിലാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ജനാധിപത്യ രീതിയിലുള്ള സമരം നടന്ന, അതായത് ഉച്ചകോടിയിലാണ് പ്രതിഷേധിച്ചത്. അത് പ്രതിഷേധം നടന്ന സ്ഥലം യോജിച്ചതല്ല എന്നൊരു പ്രതികരണം കോൺഗ്രസിൽ നിന്നും ഇന്ത്യ മുന്നണിക്കകത്തുനിന്നും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ എങ്ങനെയാണ്? യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര സംഘടനയാണ്. യൂത്ത് കോൺഗ്രസ് എങ്ങനെ സമരം ചെയ്യണമെന്ന് യൂത്ത് കോൺഗ്രസിന് നല്ല ബോധ്യമുണ്ട്. AI ഉച്ചകോടിയിൽ നിങ്ങൾ നോക്കണം, ഇന്ത്യ നടത്തിയ AI ഉച്ചകോടിയിൽ ചൈനീസ് നിർമ്മിത റോബോട്ട് അത് ഇന്ത്യയുടെ റോബോട്ടാണെന്ന് പറഞ്ഞ് ഈ രാജ്യത്തെ ലോകത്തിന് മുൻപിൽ അപമാനിച്ചത് നരേന്ദ്രമോദിയുടെ ഭരണകൂടമാണ്. അങ്ങനെ ഒരു കഴിവുകെട്ട ഭരണകൂടത്തിന്റെ നടപടികൾക്കെതിരെ സ്വാഭാവികമായിട്ട് ഞാൻ പറയുന്നു, ഇരിക്കാൻ പറഞ്ഞാൽ കടന്നുകൊടുക്കുന്ന, ട്രംപിന്റെ മുൻപിൽ കടന്നുകൊടുക്കുന്ന ഒരു രാജ്യതലവനായി ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി മാറുമ്പോൾ രാജ്യത്തിന് വേണ്ടി, രാജ്യത്തെ സ്നേഹിക്കുന്ന ഓരോ, ഇപ്പൊ സ്വാഭാവികമായിട്ട് BJP-കാരന്റെ ഒക്കെ ദേശസ്നേഹം അളക്കാൻ വരുന്ന ആളുകളാണ്. ഈ ദേശത്തെ സ്നേഹിക്കുന്ന ഓരോ ദേശസ്നേഹിയും ഈ ഭരണകൂടത്തിന് എതിരെയുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകും, പ്രതിഷേധിക്കും. ആ പ്രതിഷേധം തെറ്റെന്ന് ഞങ്ങൾ കരുതുന്നില്ല. AI വേദിയിൽ തന്നെ, സബ്മിറ്റ് വേദിയിൽ തന്നെ പ്രതിഷേധിച്ചതിനെ ഞങ്ങൾ ആരും തള്ളുന്നുമില്ല. ഈ പ്രതിഷേധം യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ നേതാവിന്, ദേശീയ പ്രസിഡന്റിനടക്കം അറസ്റ്റിലായി. അപ്പൊ സ്വാഭാവികമായിട്ടും യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് പ്രതിഷേധം കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ അതിന്റെ ഒരു സപ്പോർട്ട് കോൺഗ്രസിൽ നിന്ന് കിട്ടുന്നില്ല എന്നുള്ള പരാതിയൊക്കെ ഇപ്പോൾ ഹൈക്കമാൻഡ് കൊടുത്തതായിട്ടുള്ള വാർത്ത പുറത്തു വരുന്നുണ്ട്. അല്ല, അങ്ങനെ ഒരു പരാതിയില്ല. അപ്പൊ ഇന്നലെയാണെങ്കിലും കോൺഗ്രസ് നേതാക്കളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഇന്നും കോൺഗ്രസ് നേതാക്കളുണ്ട്. കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ ബഹുമാനപ്പെട്ട ശ്രീ രാഹുൽ ഗാന്ധി, അദ്ദേഹമാണ് ഈ രാജ്യത്തെ യൂത്ത് കോൺഗ്രസുകാരോട് നിങ്ങൾ പേടിക്കരുത്, നിങ്ങൾ ഈ രാജ്യത്തിന്റെ നട്ടെല്ലാണെന്ന് പറഞ്ഞ സമരത്തിനെ അഭിവാദ്യം ചെയ്ത് രാഹുൽ ഗാന്ധിയാണ്. മല്ലികാർജ്ജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ള ശ്രീ KC വേണുഗോപാൽ അടക്കമുള്ള എല്ലാ കോൺഗ്രസ് നേതാക്കളും ഈ സമരത്തിനൊപ്പമാണ്. കോൺഗ്രസ് യൂത്ത് കോൺഗ്രസിന്റെ സമരത്തിനെ തള്ളിപ്പറയുന്നു അല്ലെങ്കിൽ പിന്തുണയില്ല കോൺഗ്രസിന്റെ എന്നുള്ള വാദത്തെ ഞങ്ങൾ ഓൺ ചെയ്യുന്നില്ല. അങ്ങനെ ഒരു വാദം ഞങ്ങൾക്കില്ല. അപ്പോൾ വിവിധ വിഷയങ്ങളിലുള്ള KM അഭിജിത്തിന്റെ പ്രതികരണമാണ് നടത്തിയത്. ആരോഗ്യമന്ത്രിക്കെതിരെയുള്ള പ്രതിഷേധം തുടരും. ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസിന് കൃത്യമായിട്ടുള്ള പരിഗണന കോൺഗ്രസിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ദേശീയ തലത്തിൽ India-US വ്യാപാര കരാറിനെതിരെ സംഘടിപ്പിച്ച പ്രതിഷേധം തുടരുമെന്നൊക്കെയാണ് KM അഭിജിത്ത് റിപ്പോർട്ടറിനോട് വ്യക്തമാക്കിയിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് കണ്ണൻ പ്രസന്നൊപ്പം റിപ്പോർട്ടർ YS അഭിനന്ദ്, ഇൻ റിപ്പോർട്ടർ, ദില്ലി.